അതായത് എങ്ങനെയുള്ള ഒരു കേരളത്തിലാന്ന് ഓർക്കണല്ലേ. മറ്റേ ആ ഒരു പാപ്പാനൊക്കെ മരിച്ചു കിടക്കുമ്പോ വീട്ടിൽ വന്നിട്ട് കരയാണ് ആന. അതൊക്കെ അദ്ദേഹം അത്ര കാലം അതിനെ കൊണ്ടു നടന്നു. അവര് തമ്മിലുള്ള ഒരു സമ്പർക്കം ഞാൻ തന്നെ നമ്മുടെ ആനയുടെ അടുത്ത് സംസാരിക്കുമ്പോ വിഷമിച്ച് നിൽക്കുമ്പോ അവര് കാണിക്കുന്ന ഒരു വിഷമം നമുക്കറിയാം. നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന റെസ്പോൺസ് നമുക്കറിയാം. കണ്ണീര്, മരണത്തെ നമ്മുടെ മുന്നിൽ മരണം കണ്ടിട്ടുണ്ട് പലതും, നമ്മുടെ മുന്നിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് പല ആനകളും. നമ്മൾ നിവൃത്തിയില്ല. ചിലതിന് നമ്മൾ ഈ ശരീരത്തിനെ നമ്മൾ കൂളായിട്ട് പൊക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. അതായത് ഇത്രയും വലിയ ശരീരം തളർന്നു കിടന്നിട്ട് നമ്മൾ കാലത്തോട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കി നിർത്തുക മാറുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ തൃശ്ശൂർ പൂരം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കൂടി അത് പറയുണ്ടായി. ഒല്ലൂർ മറ്റേ മുണ്ടൂര് പള്ളി കണ്ടാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. പള്ളീനെ ഞാൻ എന്നും ഞാൻ കാർ ഓടിച്ച് പോകുമ്പോൾ അവിടെ തൊഴുതിട്ടാ പോവാ. എന്നിട്ടെങ്കിലും പ്രാർത്ഥിക്കും. എന്താ വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് അവിടെ ഒരു ആന വണ്ടി ഇടിച്ച് ബസ് ഇടിച്ച് കിടന്നു പള്ളി നടയില്. അപ്പൊ നമ്മളതിനെ ചികിത്സിക്കാൻ കാലത്ത് ഒരു 7 മണിക്ക് കിടന്ന നമ്മൾ പോയി കിട്ടാവുന്ന മരുന്നുകളൊക്കെ ചെയ്തു. ആന അമല മെഡിക്കൽ കോളേജില് ക്യാൻസർ പേഷ്യന്റിന് കൊണ്ടുവച്ചുള്ള മരുന്നുകൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങള് കാലത്ത് കൊണ്ടുപോയ മരുന്നൊക്കെ കഴിഞ്ഞു. ആന എനിക്കാണില്ല. അപ്പൊ അവിടുത്തെ ഡോക്ടർ അവിടുത്തെ സീനിയർ വെറ്ററിനറി സർജന്റ് വർഗീസ് സാറ് ആള് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, അമലയിൽ പോയി കുറച്ച് ഗ്ലൂക്കോസ് ഒക്കെ കിട്ടും ഫ്രീ ആയിട്ട്, അതൊക്കെ കൊണ്ട് വീണ്ടും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. കയ്യിലന്ന് മരുന്നുണ്ടാകുന്നില്ലേ കൂടുതൽ. അപ്പൊ അവിടെ വന്നപ്പോ അച്ഛൻ കുറെ സാമ്പിൾസ് ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റണേ ഉപയോഗിച്ചു വന്നു. നമ്മൾ നോക്കിയപ്പോ കുഴപ്പമില്ലല്ലോ. ഇതെല്ലാം നമ്മള് ഇങ്ങനെ അവശ്യ നിലയിൽ അവശ്യ കലാകാരവർക്ക് കൊടുക്കണതാണ്. വളരെ വീക്കാവുമ്പോ നമ്മൾ എനർജി ആക്കാൻ കൊടുക്കുന്ന മരുന്നുകളാണ് ഇതൊക്കെ. പുതിയ ലോഞ്ചിങ് മരുന്നുകളാണ് അന്ന് കാലത്തിട്ടാ. അച്ഛാ അതൊക്കെ തന്നോ എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഇത് വേറെ നിവൃത്തിയില്ലോ, വേറെ മെഡിക്കൽ ഷോപ്പിലൊന്നും മരുന്നില്ല. അപ്പൊ അതൊക്കെ കൊടുത്തു. എന്താ പറയണ 4-5 ആന എനിറ്റുന്നു. അപ്പൊ കിട്ടുന്ന സന്തോഷം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഇവർക്ക് ചെയ്യുന്ന. എന്നിട്ട് അത് കുറെ കാലം ജീവിച്ചിരുന്നു. ഒരു കൊമ്പ് പോയി, പുഴൂർ വിജയൻ. അപ്പൊ അതിപ്പോഴും മനസ്സിൽ അങ്ങനെ. അപ്പൊ ഞാനിപ്പോഴും ആ പള്ളിയുടെ അടുത്ത് കാരണം ഇത് പലപ്പോഴും ഇങ്ങനത്തെ ചികിത്സ നമ്മൾ സാധാരണ മനുഷ്യ ജീവിതത്തിലും ഉള്ള ഡോക്ടർമാരെ പോലെ നമ്മുടെ കയ്യിലുള്ള കാര്യം അല്ലല്ലോ. നമ്മുടെ കയ്യിലൊന്നുമില്ല. കാരണം അതൊക്കെ നമ്മൾ സമയത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ദൈവം അദ്ദേഹം എന്തായാലും ഒരു വര കാണാണ്ടിരിക്കില്ലല്ലോ. എല്ലാവർക്കും ഒരു പവർ ഉണ്ടല്ലോ. ആ പവറിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും നമ്മുടെ ആ കരസ്പർശങ്ങളിലൂടെ അതിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മരുന്നിനേക്കാളും നല്ലത് കരസ്പർശനാന്ന് പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദത്തില്. കുറെ മരുന്നുണ്ടായിട്ട് കാര്യമില്ല, നല്ല കരസ്പർശനം കൊണ്ട് അസുഖം മാറും. അപ്പൊ നമ്മളതല്ലേ ആളുകള് ഒന്നും നമ്മൾ ആശീർവദിക്കുമ്പോ തൊടുമ്പോ നമുക്ക് മനസ്സിന് സന്തോഷം വരുന്നത്, ആ രോഗികളുടെ സന്തോഷം വരും. അതുപോലെയാ നമ്മൾ ആനനെ പോയി ഒന്ന് തൊട്ട് ഒന്ന് ഒഴിഞ്ഞു നിന്നാൽ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, കംഫർട്ടാണ്. അപ്പൊ എന്നാ തലോടി കൊടുത്തു. ആ ഒരു ഇത് മരുന്നൊക്കെ മരുന്ന് ചെയ്യേണ്ടത് ഇതാണ്. അതിനെ ഇഷ്ടപ്പെടുക, അതിനോട് സ്നേഹിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. ഡോക്ടർ ഇപ്പൊ ഇങ്ങനെ കുറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവല്ലോ. ഈ തൃശ്ശൂർക്കാരുടെ, ഞാനിത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നുള്ളതുകൊണ്ട്, നമ്മുടെ അത്ര ഈ ആനകളോടുള്ള സ്നേഹം മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഞാനിപ്പോ തൃശ്ശൂര് വിട്ട് പുറത്ത് പോകും. തൃശ്ശൂര് ഇവിടെ ആനയോട് ഇഷ്ടമുള്ളല്ലേ, അതോപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. അത് വലിയ കാര്യമല്ലേ. കാരണം കഴിഞ്ഞ ദിവസം ഒരു ആനക്കാരൻ്റെ കെട്ട് വന്നു. അപ്പൊ ആനയുടെ കെട്ട് വന്നപ്പോ എനിക്കിങ്ങനെ ഡെയിലി ആനയുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. അപ്പൊ ആനയുടെ പേര് മൃത്യുഞ്ജയ ഹോമം. ഓക്കെ, അടിയില് എന്റെ പേരില് മൃത്യുഞ്ജയ ഹോമം. ഞാനല്ല, എനിക്കറിയില്ല, ആരോ നടത്തുന്നുണ്ട്. അപ്പൊ അത് വലിയ കാര്യല്ലേ, അതൊരു അംഗീകാരല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആന രക്ഷപ്പെടണം, ഡോക്ടറിന് രക്ഷപ്പെടണം. ഡോക്ടർ ഉണ്ടെങ്കിലല്ലേ ഒരാള് സ്ഥിരം എന്നെ കാലത്തല്ലെങ്കിൽ സാറെ കുഴപ്പമൊന്നുമില്ലോ എന്താ നീ വിളിച്ച, അല്ല സാറ് കുഴപ്പമില്ലാണ്ടിരിക്കുന്ന എന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട്. അതൊരു വലിയ കാര്യമില്ല ആനയ്ക്ക് വേണ്ടിട്ട്. അല്ല സാറ് വേറെ സ്ഥലത്തേക്കൊന്നും പോയില്ല, അവിടെ നിന്ന് മതി, വേറെ യാത്ര ഒന്നും വേണ്ട, റിസ്ക്. അങ്ങനെ നമ്മുടെ രക്ഷ നോക്കുന്ന കുറെ വ്യക്തികൾ അപ്പുറത്തുണ്ട്. അത് കാണുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഫീൽഡിനോട് അതൊരു നമ്മളെ ചേർത്ത് പിടിക്കല്ലേ അവര്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഇതുവരെ എപ്പോ പോയാലും നമ്മൾ ഒറ്റയ്ക്കില്ല. നമുക്കൊരു ടീം വർക്ക് ഉണ്ട്. ആ ടീം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വരുന്നതായിരിക്കാം. നമ്മളെ സഹായിക്കാൻ ഒരുപാട് വരും. സാറേ ഞാൻ പഠിക്കും, ഞാൻ പിടിച്ചോണ്ട്, അങ്ങനെ നമ്മളുടെ വർക്ക് അവർ ഏറ്റെടുക്കും. അതൊരു സ്നേഹമല്ലേ. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഭക്ഷണം, ചായ അത് മേടിച്ചോണ്ടു, അങ്ങനെ ഒരു സ്നേഹത്തിന് അത് ഞാൻ തൃശ്ശൂര് അനുഭവിക്കുന്ന ആളാ. നമുക്ക് ധൈര്യമായിട്ട് ഇപ്പൊ എന്താ പറയാ, ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അവര് ബില്ല് കൊടുക്കും.
പിന്നെ നമുക്ക് എന്താ പറയാ ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ബാറിലൊന്നും പോകാൻ പറ്റില്ല കേട്ടാ. 5 ആള് 10 ആള് പരിചയക്കാരുണ്ടാവും ചിലപ്പോ. നമ്മൾ കഴിച്ചിട്ടല്ല, നമ്മളവിടെ ചിലപ്പോ സുഹൃത്തുക്കളുണ്ടാവും, അവര് ചെന്ന് വിളിച്ചിരിക്കുമ്പോ ബാറിലൊക്കെ ചെന്നിരുന്നാൽ തന്നെ എന്ത് ഡോക്ടറൂടാ അപ്പൊ പ്രതീക്ഷിക്കണില്ല അവിടെ. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കില്ല. അപ്പൊ നമ്മള് ചിലപ്പോ പുറമെന്ന് വന്നുള്ള കൂട്ടുകാരാവും. അവർക്ക് സംസാരിക്കാൻ അവര് പറയാം നമുക്ക് അവിടെ ഇരിക്കാം. അപ്പൊ അവർ ഹോട്ടലിൽ ഇരിക്കാന്ന് പറയും. അപ്പൊ എന്താ ഇവിടെ നമ്മള് വലിയ അപ്പൊ നമ്മളവിടെ ലൈം ജ്യൂസ് ഒക്കെ കഴിച്ചിരിക്കാം. പക്ഷെ അവരോട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും. പക്ഷെ അതും അനുഭവിക്കാറുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് എന്തിനാ ഞാൻ അവിടെ വരണ, കാരണം അവര് എന്നെ ഡോക്ടറായി കാണുന്നു. അപ്പൊ അവർക്കുള്ള സ്നേഹം. പിന്നെ സാറ് വൈകുന്നേരം ഉണ്ടാവാലോ, അങ്ങനെ ചിന്തിക്കാം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഇത് തെറ്റുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാരും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, അതിൽ നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. ഇത്ര വർഷമായില്ലേ, ഇത് 3-4 വർഷമല്ല, 10-30 വർഷമായി പണി ഇപ്പൊ തുടങ്ങിയിട്ട്. 94 തുടങ്ങിയത്. അപ്പൊ എത്ര 32 വർഷം അവനെ പോകണം. അപ്പൊ നമ്മൾ അന്ന് ഇന്നും ഒരുപോലെ തൃശ്ശൂർകാർക്ക്. അന്ന് നമുക്ക് ബൈക്കിൽ ഇങ്ങനെ തൃശ്ശൂർ റൗണ്ട് അടിക്കണം, ഇന്നും ബൈക്കിൽ ഒന്ന് റൗണ്ട് അടിക്കണം. നമ്മുടെ ആകാള മോഹം. അപ്പൊ വേറെ എവിടെ പോയാലും തൃശ്ശൂരിനെ ഇഷ്ടപ്പെടുന്നതും തൃശ്ശൂരിന്റെ റൗണ്ടിനെ ഇഷ്ടപ്പെടുന്നതും ഇവിടുത്തെ ആന ഇഷ്ടം കൊണ്ടാ. അല്ലെങ്കിൽ നമ്മൾ ആനയാണ് നമ്മുടെ ഒരു മെയിൻ അജണ്ട. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ ജീവിക്കണം. ആനയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ ചെയ്യും. പലപ്പോഴും ഇങ്ങനെ തോന്നിയില്ലേ, നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഈ ആനപ്പിണ്ടം കണ്ടിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അല്ലല്ല ഈ ആനക്ക് സുഖമില്ലാന്ന് തോന്നണല്ലോ. അത് അങ്ങനെ സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേർപ്പ്, മൂത്രം, മലം, ഇതൊക്കെയാണല്ലോ. ഇതാണ് ഒരു രോഗാവസ്ഥ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മൾ ഉള്ളിലേക്ക് കൊടുത്ത് പുറത്തേക്ക് വരുന്നതിലുള്ള ചേഞ്ചസിലൂടെയാണ് നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശരീരത്തിന്റെ അകത്ത് ബ്ലഡ് എടുത്ത് പരിശോധിക്കേണ്ടത്. അപ്പൊ പ്രത്യക്ഷത്തിൽ നമുക്ക് ആ എരണ്ടം കണ്ടാൽ അറിയാൻ ക്ഷീണമുണ്ട്, ദഹനക്കുറവുണ്ട്, അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇന്ന ആനയുടെ എരണ്ടം ആണെന്ന് പോലെ പറയുന്ന ആളുകളോട് ഇല്ലേ, ഇതിപ്പോ ലക്ഷ്മിക്കുട്ടി ഇപ്പൊ വഴിക്ക് പോയിട്ടുണ്ടാവും പറയും. ലക്ഷ്മിക്കുട്ടിയുടെ എരണ്ട എങ്ങനെയാന്നുള്ളത് അറിയുന്ന ആളുകളുണ്ട്. അത് രസാ. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഉത്സവം നടക്കുക, ഒരു 3 ആനയുടെ പോരെന്ന് വിചാരിക്കും. ആനയൊക്കെ പോയിണ്ടാവും, പക്ഷെ 3 ആനയുടെ എരണ്ടം നോക്കിയിട്ട് ആനനെ ഓർത്തെടുക്കുന്ന ആളുകളുണ്ട്. കാരണം ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് തിരിച്ചറിയുന്ന ആളുകൾ. അതിനകത്തൊരു യൂണിക്നെസ് ഒക്കെ ഉണ്ട്. രസാ. ചിലവന്റെ ദഹനം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ പറമൊക്കെ രാജേന്ദ്രനപ്പൊ തീരെ ദഹിക്കില്ല, കഴിക്കുന്നത് അതേപോലെ പോയിരുന്നു. അപ്പൊ രാജേന്ദ്രൻ ഈ വഴിക്ക് പോയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് ആന പോയാൽ ആനയുടെ എരണ്ടം കണ്ടാല് തിരിച്ചറിയാൻ പറ്റും കുറെയൊക്കെ. അതൊക്കെ എന്റെ ഭാഗം. സത്യമുള്ള കാര്യം. പിന്നെ ഈ ആന കൊറേ സമയം ഈ പൂരത്തിനൊക്കെ ഇങ്ങനെ കൊറേ സമയം നിക്കല്ലേ? നിൽക്കുന്നോണ്ട് കാരണം നമ്മുടെ മാതിരിയുള്ള ജോയിന്റ് ഇല്ല, ആംഗിൾസ് ഉണ്ടെങ്കിലാണ് നമുക്ക് പെയിൻ വരിക. ആംഗിളിനെ പിടിച്ചു നിർത്തണം നമ്മള്, മസിൽസ് വെച്ച് ടെൻഡൻസ് വെച്ച് പിടിച്ചു നിർത്തും. അതാണ് അതിന്റെ നമ്മളത് ആംഗിൾ വർക്ക്. അതാണ് നമുക്ക് ഓടാൻ പറ്റുന്നത്. ആന ഓടില്ല, ആന നീട്ടി നടക്കുള്ളൂ. ആനക്ക് ചാടാനൊന്നും പറ്റില്ലായിരിക്കും. കുതിര ചാടും, കാരണം കുതിരക്ക് ആംഗിളാ, ആനക്ക് ആംഗിളാ. ആനയുടെ പില്ലർ ലൈക്ക് സ്ട്രക്ചറാ. പില്ലറിന് വിഷയമില്ല, ബിൽഡിങ്ങില് പില്ലറില് അത് നിന്നോളൂ. 3 കാലില് നിൽക്കും. അത് ഒരു കാലം എക്സ്ട്രാ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. ഒരു മൂവ്മെന്റ് അതിന് കെടുന്നില്ല എന്നുള്ളത്, കുറെ നേരം നിന്നു എന്ന് പറയുന്നതൊന്നും ആനയ്ക്കൊരു അപകടമില്ല. ഈ അതുപോലെ ഡോക്ടർ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ള ഈ ആനകൾ തമ്മിലുള്ള ഒരു സൗഹൃദമൊക്കെ, അത് കുറെ കമ്പനികളുണ്ട്, കുറെ ഫ്രണ്ട്സ് ഉള്ള ആനകളുണ്ട്. ചില ആനയ്ക്ക് മസ്തിൽ വരണമെങ്കിൽ ചില ആനനെ കാണണം. കഴിഞ്ഞതിന്റെ മുന്നത്താണ് ആറാട്ട പൂരത്തിന് ഒരു ആന എഴുന്നള്ളിച്ച് നിൽക്കുക. അപ്പുറത്ത് അവിടെ അങ്ങനെ പല സ്ഥലത്ത് നല്ല ആനകൾ വരിക. വേറൊരു ആന അറ്റാക്ക് ചെയ്യണം, 3ാമത്തെ ആന. അപ്പൊ ഇവിടെ നിൽക്കണ ആന ഓടി പോയിട്ട് അവനെ അടിച്ചു കളഞ്ഞു. അപ്പൊ ശരിക്ക് അതിൽ നിന്ന് ആ ഇഷ്യൂ നമ്മൾ പറയില്ല, 2 പേര് തല്ലിവിടുമ്പോ പോലീസ് വന്നിട്ട് പിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി പിടിച്ചു മാറ്റുന്നവർ ഈ ആന പിടിച്ചു മാറ്റുമ്പോൾ അവനവരും കൊടുക്കും ചെയ്തു. അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉണ്ടായതാ. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോ എന്താ വെച്ചാല്, ഈ ആനകൾ ഇവർ 2 പേരും, അതായത് കുത്ത് കൊണ്ടവനല്ലേ, കുത്തി ഓടിച്ചവൻ, അവനായിട്ട് ബന്ധമൊന്നുമില്ല. മറ്റൊരു 2 പേരും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. അവന് ഒരാൾക്ക് മതം വരണമെങ്കിൽ സന്തോഷം വേണം. ആ സന്തോഷം വേണമെങ്കിൽ ഇവ അടുത്ത് നിന്ന് നിൽക്കണം. അങ്ങനെയുള്ള ആനകളുണ്ട്. പിന്നെ തിന്നാൻ നിൽക്കുമ്പോ ഇട്ട് കൊടുക്കില്ല. 3-4 കുറെ ആന നിൽക്കുമ്പോ ചിലപ്പോ പട്ടിട്ട് കൊടുക്കും, കഴിച്ചറാന്ന് പറഞ്ഞിട്ട്. അതുണ്ട്. ചിലത് വലിച്ചെടുക്കും. അങ്ങനെ ഇവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ കുസൃതികളുണ്ട്. പിന്നെ നമുക്കറിയാം ചില ആന കിടന്ന് ഉറങ്ങും മറ്റാളുടെ മേത്ത്.
ചാരി വെക്കും. അപ്പൊ അവൻ ഒരാള് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് പോലില്ലോ, നമ്മളൊരു ബലം കൊടുത്ത് അവനെ സപ്പോർട്ട് ചെയ്ത് മറ്റാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അവൻ ഉറങ്ങിക്കോട്ടാന്നിട്ട് അങ്ങനെ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നാൽ കാണിച്ചാൽ അത് ഇവിടെ നിൽക്കുമ്പോ പിറ്റേ ദിവസം പകൽപൂരൊക്കെ ഇല്ലേ, ചെറിയ ക്ഷീണൊക്കെ ഉണ്ടാവില്ലോ. അപ്പൊ അവര് ആ പകൽപൂരത്തിന്റെ ഇടയിൽ 2-3 ആനകൾക്ക് സുഖമായിട്ട് ഉറങ്ങണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുമ്പോ അറിയാം നിൽപ്പണ്ട ഉറങ്ങാന്ന് പറയും. മുന്നേ പോണ്ട, ബാക്കിൽ കണ്ടാലും അറിയാം ആന ഉറങ്ങാന്നുള്ളത്. നമുക്കറിയാം അത് ഇന്ന ആനകൾ ഉറങ്ങുള്ളൂ, എല്ലാ ആനകളും അങ്ങനെ ഉറങ്ങില്ല. വിശ്വാസം, പാപ്പാനിലൊരു വിശ്വാസം, മറ്റാനിലൊരു വിശ്വാസമുള്ള ആനകൾ ഉറങ്ങുള്ളൂ, അല്ലെങ്കിൽ മേത്തോടൊന്നുമില്ല. പിന്നെ കാരണം മേത്ത് തൊട്ടപ്പോ അറിയേ ഇന്ന് ഭയങ്കര പവർഫുൾ ആവും, സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവാ. പിന്നെ ഈ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കഥയാണ് ആനനെ തുമ്പിക്കൈ മറ്റേ ഇത് മീൻസ് ഇത് പിന്നെ തിരിച്ചു വന്നിട്ട് തുണിക്കാരൻ അതൊക്കെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടായിക്കൂടുന്നു. കാരണം ആർക്കായാലും ഉണ്ടാവില്ലേ? അല്ല അതുണ്ടോ എന്താ വെച്ചാൽ ഉപദ്രവിക്കുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായതുകൊണ്ട് അവർക്ക് ഈ ശരീരം കൊണ്ട് നടക്കണ്ടേ. അല്ല പിന്നെ അതൊക്കെ ഉണ്ടായിക്കൂടുന്നൊന്നുമില്ല. അത് നമുക്ക് അസസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ അനുഭവങ്ങളിലൂടെ പഴയ പാപ്പാനെ തിരിഞ്ഞ് എനിക്കൊരു ആന അറിയാം, അടിച്ചു പോയിട്ടുള്ള പാപ്പല്ല. ഇപ്പൊ ഞാൻ ഒരു ആനയുടെ പാപ്പാനായിരിക്കും, ഞാൻ എന്നിട്ട് ഈ ആനനെ അടിച്ച് നേരെ ആവണ്ട് ഞാൻ അപ്പുറത്ത് ആനയിൽ അയച്ചു. ഈ ആനനെ വേറെ പാപ്പാൻ കൊണ്ടുവന്നിട്ട് അയച്ചിട്ട് അവർ രണ്ടുപേരും ഇരിക്കുമ്പോ ഗ്യാപ്പ് കിട്ടിയ ഇവൻ പോയിട്ട് അവൻ അടിച്ചിരിക്കും മറ്റേ പാപ്പാനെ. അതെന്തുകൊണ്ടത്? പണ്ടത്തെ ദേഷ്യം. അപ്പൊ ദേഷ്യം ഉണ്ടോ? അപ്പൊ ഉണ്ടോ? നമുക്കത് എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. ദേഷ്യമുണ്ട്, പകയൊക്കെ ഉണ്ട്, എല്ലാവരോടും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഇവിടെ ഒന്നും കുഴപ്പമില്ല. ആനെടുത്ത് നീരിൽ ചിലപ്പോ രണ്ടാമന കണ്ടു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ അവന്റെ മെക്കെട്ടെത്തും പറഞ്ഞാരം കൊണ്ട്. അതിന് എന്തുകൊണ്ടത്? ആനയും നമ്മുടെ മെത്തും ചെയ്യായിരുന്നില്ലേ? അപ്പൊ അയാളോട് മാത്രം സ്പെസിഫിക് ആയിട്ട് കാണിക്കണമെങ്കിൽ ഒരു പകയുണ്ടല്ലോ. ആ രണ്ടാമനോട് കാണിക്കുന്ന പകയുടെ കാര്യം എന്താ? എന്തെങ്കിലും മെഷറബിൾ അല്ല തോന്നുന്നു. അനുഭവങ്ങളിലൂടെ പറയുന്നതാ, അത് ആരും എക്സാഗ്രേറ്റ് ചെയ്ത് പറയണതല്ല. ഉണ്ട്, നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പല പൂരങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ ഉണ്ടാവണം. അത് പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ വന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അറിയണതാണോ എന്താണ് ഈ കൂടെ നിൽക്കണ അല്ലെങ്കിൽ ഉപദ്രവങ്ങളും? അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു കാര്യം ഇപ്പൊ ഞാൻ ഒരു ദിവസം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് ഞാൻ എന്റെ ഏതെങ്കിലും നെഗറ്റീവ് കിട്ടും, നിങ്ങൾ എന്റെ അത് മാത്രമേ കാണിച്ചുള്ളൂ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഡ്രസ് ഇടുന്നത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് അത് വീഡിയോയിൽ ഇടണ മാതിരിയാ. ഒരു പാപ്പ വടിയെടുത്ത് കടിക്കുക, അത് മാത്രം എടുത്ത് കാണിച്ചാൽ ബാക്കിയുള്ള ടൈമിലൊക്കെ ആനയുടെ ഒരു ഉപദ്രവങ്ങളെ ഇപ്പൊ ഈ പലപ്പോഴും ഉണ്ടാവണത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഭവമാണോ ചോദിക്കുന്നത്? അല്ലല്ല, പണ്ടും ചെറുതായിട്ടുള്ള ഒരു ചെറിയൊരു കുശുമ്പ് തട്ട് ചിലപ്പോ മാറി നിൽക്കും, ചിലപ്പോ പിണങ്ങി നിൽക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഫോക്കസ് ചെയ്ത് അത് മാത്രം വേദിയിൽ എത്തിക്കുമ്പോ ആളുകളുടെ വിചാരം ഇത് മാത്രമല്ല ഇത് എന്നുള്ളതാ. ജീവനുള്ള മൃഗം, ജീവനുള്ള മനുഷ്യൻ, ഇവർ രണ്ടുപേരും സംവദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് 90% അലമ്പുണ്ടാവില്ല, സ്നേഹം, സന്തോഷം, ചെറിയ ചെറിയ ഇതുണ്ടാവും. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. എന്നാലും അവരതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് മാത്രം. എങ്ങനെയാണ് അങ്ങനെ? അതൊരു പ്രൊവോക്കിംഗ് ആയിരിക്കും ആനേനെ? അല്ല, പ്രൊവോക്കിംഗ് പ്രൊവോക്കേഷൻ ഉണ്ടാവും, ആളുകൾ ഉപദ്രവിക്കുന്നത് ഉണ്ടാവാം. പാപ്പാന്റെ അടി കിട്ടിയിട്ട് വെറുതെ പാപ്പാന്മാര് അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. നല്ല പാപ്പാന്മാര്, ഞാൻ പറഞ്ഞ മാതിരി പെട്ടെന്ന് പാപ്പാനായി ഷൈൻ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ അവരൊക്കെ ഉപദ്രവിക്കും. പഴയ പാപ്പന്മാരൊക്കെ ഇല്ലേ, പഴയ അനുഭവജ്ഞാനുള്ളവർ, അവരൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കയറി ചെയ്യില്ല. അതൊരു ഭാഗമാണ്. ഒരിക്കലും അവര് പഠിച്ചിട്ട് ചെയ്യുള്ളൂ, അല്ലാണ്ട് ചെയ്യില്ല. ഓക്കെ. ഈ എന്താ നമ്മളിപ്പോ ഈ പൂരം ഉത്സവങ്ങളിലൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ ഈ ആനനെ കേട്ട് ഇടപഴകുമ്പോഴും? നമ്മള് ഒന്നാമത് പാപ്പാനും ആനയും നമ്മൾ നല്ല ബന്ധമായിരിക്കും. പാപ്പാന്റെ അനുമതി ഇല്ലാണ്ട് ആനനെ ധ്യാനോ ഒന്നിനും പോകരുത്, തൊടാനെ പിടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. പാപ്പാമാര് ആന നിങ്ങൾ ആസ്വദിക്കുക, ആനനെ അകലെ നിന്ന് ആസ്വദിക്കുക, അതിനെ മാന്തി അതിനെ തൊട്ട് ഭക്തിയുടെ കൂടുതൽ ഇത് കാണിച്ച് അതിനെ തൊഴുത് അതിന്റെ മേത്ത് മാന്തുക. വേറൊരാള് നിങ്ങളുടെ മേത്ത് തൊട്ടാൽ നിങ്ങൾക്ക് സുഖമൊന്നുണ്ടാവില്ല. അത് ആനയ്ക്കും അത് ഭയങ്കരമായിട്ട് അറിയാം. ആനയ്ക്ക് മറ്റുള്ളവർ ശരീരത്തിൽ തൊടുന്ന തീരെ ഇഷ്ടമില്ല, ആനയുടെ ഉടമസ്ഥനം. പിന്നെ പാപ്പാൻ പറഞ്ഞിട്ട് ആനപ്പുറം കയറുന്നവരൊക്കെ ഉണ്ട്, അതല്ലാതെ വേറെ ആളൊന്നും അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അത് അവരുടെ ശീലങ്ങളുണ്ട്. അപ്പൊ അവരത് ആനപ്പുറം കയറുന്നവർക്ക് ഒരു മനസ്സുണ്ടാവും. നമ്മളൊരു കാഴ്ചയ്ക്ക് പരിമിതിയുള്ള ഒരാളെ കൊണ്ട് ആനനെ തൊടിക്കാൻ വെച്ചപ്പോ ആന കാണിച്ചിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം നമ്മൾ കണ്ടിട്ടുള്ള. ആൾക്ക് കണ്ണു കാണില്ല, പക്ഷെ ആനയ്ക്ക് അതിന്റെ ടെൻഷൻ ഉണ്ട്. അതിന്റെ ആന അതങ്ങനെ മനസ്സിലാക്കി, മനസ്സിലായി. അപ്പൊ ഒരു അന്ധൻ ആനായ ഒരു സുഹൃത്ത് ഒരു ആനയെ
തൊടിയിക്കാണ് ഞങ്ങള്. തൊടിയിക്കുമ്പോ ആൾക്കറിയില്ല എന്താ സംഗതി, ആള് ജീവിതത്തിൽ കണ്ടിട്ടില്ല ആനനെ, കേട്ടിട്ടുള്ള ആന മാത്രമല്ല ഉള്ളൂ. അപ്പൊ നമ്മുടെ ഒരു വാശിയായിരുന്നു അങ്ങനെയുള്ള ഒരാളെ. നമ്മളിപ്പോഴും രാഷ്ട്രീയക്കാര് പറയില്ല അന്തന ആനയെ കണ്ട മാതിരി എന്ന് പറയില്ല, അത് അവരുടെ ഒരു കോട്ടാണ്. നമ്മൾ എന്തുകൊണ്ട് ശരിക്കും ഒരു ആനയെ കാണിച്ചു അതിന്റെ ചെയ്തതാ. അപ്പൊ ജയിച്ച ഓരോ ഭാഗം തൊടിച്ചൊടിച്ച് വന്ന് വാലിനോടപ്പോ പെട്ടെന്ന് എരന്റെ വായയുടെ ശബ്ദം വന്നു. അയാളങ്ങ് പേടിച്ചു. ആൾക്കറിയില്ല എരന്റെ വായ സൗണ്ട്, എരന്റെ വായ മൂളിയതാന്ന്. അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളും കുറെ എന്താ പറയാ, ഇതൊക്കെ ഒരു എന്താ പറയാ നമ്മള് വിചാരിക്കാത്തൊരു ലോകമാണ് അതൊക്കെ. അന്ധതയുള്ള ഒരാൾ ആനയെ കാണുമ്പോ വേറൊരു ആംഗിളാണ്. അപ്പൊ ആനയുടെ പെർസ്പെക്റ്റീവ്നെസ് മാറി. നമുക്ക് ആന അറിയാം, ആൾക്കത് അറിയില്ലല്ലോ എന്താ സാധനം. അപ്പൊ ആന ഒന്ന് പരിങ്ങിട്ട് നോക്കുക. നമ്മളെല്ലാം ആനയിലുള്ളൊരു അഭിനിവേശം ഉണ്ട്, പക്ഷെ ആൾക്കത് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ആന അത് വളരെ കൃത്യമായിട്ട് വായിച്ചു. പിന്നീട് ആന അടുത്തേക്ക് അദ്ദേഹം ചെന്നപ്പോ ഇദ്ദേഹത്തിന് കാഴ്ചയില്ലെന്ന് ആന മനസ്സിലാക്കി. ആന അങ്ങനെ താന്നു കൊടുക്കും ഭക്ഷണം കഴിക്കാൻ, പിന്നെ കൊമ്പില് ആളെ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഉള്ളതാ. നടക്കുന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ വെറുതെ പറയുന്നല്ല. അതാണ് അതിന്റെ ഒറ്റ കാര്യം. ഡോക്ടർ ഇങ്ങനെ പറയുമ്പോ ഈ ആനേനെ പറ്റിയിട്ടുള്ള അറിവ് എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇനിയും ഞാൻ ചെറിയൊരു വലിയ കടലിൽ ചെറിയൊരാളാ. ഇനിയോ എത്രയോ കാര്യങ്ങളുണ്ട് എനിക്ക് ഉണ്ട്, ഇനിയും ഒരുപാട് അറിയാൻ. ഞാൻ എന്നും ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. അല്ല നമ്മള് ഇതല്ല, ഓരോ ദിവസം ഓരോ പഠനമാണ്, പുതിയ അറിവുകൾ. അതെങ്ങനെ നോക്കണം, അതിലേക്ക് പിന്നെ എത്തണം. അപ്പൊ നമ്മളതിലൊക്കെ നമ്മളതിനെ ഒഴിഞ്ഞു വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളതൊരു ഹാപ്പിനെസ് ആയിട്ട് എടുക്കുന്നത്. ആ ഹാപ്പിനെസ് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഭരണകൂടത്തെ പേടിക്കേണ്ട, ജനങ്ങളെ പേടിക്കേണ്ട. നമ്മൾ ആനയിൽ മാത്രം വിശ്വസിച്ച് ആനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സന്തോഷം നമ്മളിൽ വരും. അതായത് നമ്മുടെ ഉദ്ദേശമുള്ളൂ. വേറെ ആരും നമ്മൾ പേടിച്ച് ജീവിക്കാൻ നമ്മൾ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഡോക്ടർ ബിഗ് സല്യൂട്ട്. എന്താ പറയാ, ഒരു രക്ഷയില്ല. നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത് ഇനിയും കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താ പറയുക, ഞങ്ങൾ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നത്. കാരണം അതിലൊന്നും പറയാത്തതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഇനിയും തീരാനുള്ള പോലെയാണ്. അപ്പൊ ഇനിയും തുടരട്ടെ. നമസ്തേ ഗുരുവായൂരിന് എല്ലാവിധ ആശംസകളും. കാരണം നിങ്ങളാണ് ഇനി അടുത്ത കണ്ണന്റെ ആനകളൊക്കെ, ഞാനിപ്പോ പറഞ്ഞ വാചകങ്ങളൊക്കെ പുറത്തു വരും. അപ്പൊ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. ഞാൻ ആരടുത്ത് പറയാനാ, ഞാൻ കമ്മിറ്റിയെ പോയിരുന്നു പറഞ്ഞിട്ടൊന്നും നടക്കില്ല. കഴിഞ്ഞ 22 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല. അതിനെങ്കിലും അവർ ചെയ്താൽ നല്ല കാര്യം. ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് ഹോട്ടലിലേക്ക് തന്നെ പോവാൻ എനിക്കൊരു മനസ്സിനൊരു വിഷമം. കാരണം എന്നാലും പിന്നെ ആ മിണ്ടാപ്രാണികൾക്കൊന്നും കുറവ് വരുത്തിട്ട് ഞാൻ പോയിരുന്നു. പക്ഷെ ഈ മീറ്റിങ്ങും അതിന്റെ അജണ്ടകളുമായിട്ട് നമ്മൾ അവിടുത്തെ പാപ്പാന്മാരെ മാറ്റാൻ, ട്രാൻസ്ഫർ, ഇന്ന പാപ്പാൻ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച്, ഇതൊന്നല്ല വേണ്ടത്. ആനയെ സംരക്ഷിക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അവരിതൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. ഗുരുവായൂരിൽ ആനകൾ രക്ഷപ്പെട്ടെ, കണ്ണന്റെ ആനകൾ രക്ഷപ്പെട്ടെ. അതിന് പിന്നിൽ എന്നും നമ്മളുണ്ടാവും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.